ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിന്റെ അറബിക്കിന്റെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. ആകെയുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേതിന് നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ നന്നായി അറിയുന്ന ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1, നഖ്റൽ ഫിഖറത വനക്തുബു ജവാബൻ ലിൽ അസ്ഇലത്തിൽ ആതിയ. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ആസിമത്തുന, നമ്മുടെ തലസ്ഥാനം. ഡൽഹി ഹിയ ആസിമത്തുൽ ഹിന്ദ്. ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാണ്. ഹുനാക മബാനി ഫാഖിറത്തുൻ വ ബസാത്തീനു ജമീലത്തുൻ വ ആസാരൻ താരിഖിയത്തുൻ. അവിടെ ആഡംബരമായ കെട്ടിടങ്ങളും ഭംഗിയുള്ള പൂന്തോട്ടങ്ങളും ചരിത്ര സ്മാരകങ്ങളും ഉണ്ട്. യഫ്തഖിറു ബിഹ അഹ്ലുൽ ഹിന്ദ്. ഇന്ത്യയിലെ ജനങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. മിൻഹ അൽ ഖൽഅത്തുൽ ഹംറാ ഉല്ലത്തി ബനാഹ ഷാജഹാൻ. ഷാജഹാൻ നിർമ്മിച്ച ചെങ്കോട്ട അവിടെയുണ്ട്. വ ഖുതുബ് മിനാർ ഹുവ അത്വലു മനാറത്തിൻ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മിനാരമായ കുതുബ് മിനാറും അവിടെയുണ്ട്. യഖഉ ബർലമാനുൽ ഹിന്ദി വ ഖസ്റു റഈസി ജംഹൂരിയത്തിൽ ഹിന്ദി ബിദൽഹി. ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കൊട്ടാരം എന്നിവ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി നമ്മൾക്ക് ചോദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അജിബ് അനിൽ അസ്ഇല. താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? മാഹിയ ആസിമത്തുൽ ഹിന്ദ്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഡൽഹിയാണ് അല്ലേ. രണ്ടാമത്തെ ചോദ്യം, മൻ ബന അൽ ഖൽഅത്തുൽ ഹംറാ. ആരാണ് ചെങ്കോട്ട നിർമ്മിച്ചിരിക്കുന്നത്? ആരാണ്? ഷാജഹാൻ ആണ് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നഖ്താറു മിനൽ ഫിഖറ ജുമു അൽ കലിമാത്തിൽ ആതിയ. താഴെ നൽകിയിരിക്കുന്ന വാക്കുകളുടെ ബഹുവചനങ്ങൾ പാരഗ്രാഫിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? മബ്ന. അതിന്റെ ജംഅ പാരഗ്രാഫിൽ എന്താണ് നമ്മൾ കണ്ടത്? മബാനി. രണ്ടാമത്തേത് എന്താണ്? ബുസ്താൻ. അതിന്റെ ജംഅ എന്താണ് നമ്മൾ പാരഗ്രാഫിൽ കണ്ടത്? ബസാത്തീൻ. തേർഡ് ക്വസ്റ്റ്യൻ, നഖ്താറുൽ ഇജാബ സ്വഹീഹ. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചോദ്യം നൽകിയിരിക്കുന്നത്? മാഹിയ അത്വലു മനാറത്തിൻ ഫിൽ ഹിന്ദ്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ മിനാരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? ഫസ്റ്റ് വൺ ഖുതുബ് മിനാർ, സെക്കൻഡ് വൺ അൽ ഖൽഅത്തുൽ ഹംറാ ചെങ്കോട്ട, തേർഡ് വൺ അൽ മസ്ജിദുൽ ജാമിഅ മസ്ജിദ്, ഫോർത്ത് വൺ മബ്നൽ ബർലമാനിൽ ഹിന്ദി. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം. ഏതാണ് ശരിയായ ഉത്തരം? ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഖുതുബ് മിനാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? മാ ഹുവൽ അസറുല്ലദി ലാ യഖഉ ബിദൽഹി. ഡൽഹിയിൽ സ്ഥിതി ചെയ്യാത്ത ഒരു സ്മാരകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? ഫസ്റ്റ് വൺ ഖുതുബ് മിനാർ, സെക്കൻഡ് വൺ അൽ ഖൽഅത്തുൽ ഹംറാ, തേർഡ് വൺ താജ് മഹൽ, ഫോർത്ത് വൺ അൽ ബർലമാനുൽ ഹിന്ദി. ഏതാണ് ശരിയായ ഉത്തരം? തേർഡ് ഓപ്ഷൻ ആണ് താജ് മഹൽ അല്ലേ. ആക്ടിവിറ്റി 2, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നുലാഹിലു സൂറത വനുകമ്മിലുൽ അഅദാദ ബിമുസാഅദതിഹ. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നന്നായി നിരീക്ഷിച്ചു നോക്കിയിട്ട് അതിന്റെ സഹായത്തോടെ എണ്ണങ്ങൾ പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ഹാദാ മൈദാനുൻ വാസിഉൻ. ഇത് നല്ല വിശാലമായ ഒരു മൈതാനമാണ്. യൽഅബു ഫീഹി ഡാഷ് ഔലാദിൻ. അതിൽ ഡാഷ് ആൺകുട്ടികൾ കളിക്കുന്നുണ്ട്. എത്ര ആൺകുട്ടികളാണ് ചിത്രത്തിൽ കളിക്കുന്നത്? 3 ആൺകുട്ടികളാണ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഔലാദിൻ എന്നത് പുല്ലിംഗമായതുകൊണ്ട് നമ്മൾ എണ്ണത്തിന് സ്ത്രീലിംഗമാണ് നൽകേണ്ടത്. എങ്ങനെയാണ് എഴുതേണ്ടത്? സലാസത്തു ഔലാദിൻ വ ഡാഷ് ബനാത്തിൻ. എത്ര പെൺകുട്ടികളാണ് കളിക്കുന്നത്? 4 പെൺകുട്ടികളാണ് അല്ലേ. ബനാത്തിൻ എന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് നമ്മൾ എണ്ണത്തിന് പുല്ലിംഗമാണ് നൽകേണ്ടത്. എങ്ങനെയാണ്? വ അർബഉ ബനാത്തിൻ വ ബിജാനിബിൽ ഹഖ്ലി ബിർകത്തുൻ ജമീലത്തുൻ. വയലിന്റെ അരികിൽ എന്തുണ്ട്? നല്ല ഭംഗിയുള്ള ഒരു കുളമുണ്ട്. ഫിൽ ബിർകത്തി ഡാഷ് ബത്വത്തുൻ. കുളത്തിൽ എത്ര താറാവുകളെയാണ് കൂട്ടുകാർ കാണുന്നത്? 13 താറാവുകളാണ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ബത്വത്തുൻ എന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് നമ്മൾ എണ്ണത്തെ പുല്ലിംഗമായാണ് എഴുതേണ്ടത്. എങ്ങനെയാണ്? ഫിൽ ബിർകത്തി സലാസു അശ്റത ബത്വത്തുൻ വ ഡാഷ് സമക്കൻ. എത്ര മീനുകളെയാണ് കൂട്ടുകാർ കുളത്തിൽ കാണുന്നത്?
14 മീനുകളാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ അത് പറയേണ്ടത്? സമക്കിൻ എന്നത് പുല്ലിംഗമായതുകൊണ്ട് നമ്മൾ എണ്ണത്തെ സ്ത്രീലിംഗമായാണ് പറയേണ്ടത്. എങ്ങനെയാണ്? അർബഅത അശറ സമക്കൻ ഐന്ദൽ ബിർകത്തി ഡാഷ് കബീറതാനി. കുളത്തിനരികിൽ 2 വലിയ ഡാഷ് ഉണ്ട്. എന്താണ് കുളത്തിനരികിൽ വലിയതായി കാണുന്നത്? 2 മരങ്ങളാണ് അല്ലേ? വലിയ 2 മരങ്ങൾ. എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ഐന്ദൽ ബിർകത്തി ഷജറതാനി കബീറതാനി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നക്തബു കമാ ഫിൽ മിസാൽ. മാതൃക പോലെ കൂട്ടുകാരോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അൽ മിസാൽ എന്താണ് മാതൃകയായി നൽകിയിരിക്കുന്നത്? വലതുൻ, വലതാനി, ഔലാദുൻ. ഇതേപോലെ താഴെയുള്ളവ പൂരിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അടുത്തതായി നൽകിയിരിക്കുന്നത്? നെഹ്റുൻ. എങ്ങനെയാണ് വരേണ്ടത്? നെഹ്റാനി, അൻഹാറുൻ. അടുത്തത് എന്താണ് നൽകിയിരിക്കുന്നത്? ഡാഷ്, ഗർസാനി, ഡാഷ്. എങ്ങനെയാണ് വരേണ്ടത്? ഗർസുൻ, ഗർസാനി, അഗറാസുൻ. ആക്ടിവിറ്റി 3, നുക്കമിലുൽ മുദക്കിറ അനി ദക്തൂരി ബി.ആർ. അംബേദ്കർ ബിമുസാഅദത്തി നിഖാത്തി ഫിൽ മുറബ്ബ. ബോക്സിൽ നൽകിയിരിക്കുന്ന പോയിന്റുകളുടെ സഹായത്തോടെ ബി.ആർ. അംബേദ്കറെ കുറിച്ചുള്ള പാരഗ്രാഫ് കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് ബോക്സിൽ നൽകിയിരിക്കുന്നത്? അൽഫും വ തിസ്അത്തും മിയത്തും വ സിത്തത്തും വ ഹംസൂന മീലാദ് ഷാരക പങ്കെടുത്തു. അൽഫും വ സമാനിയത്തും മിയത്തും വ വാഹിദും വ തിസ്ഉന 1891. അൽ ഖാനൂന വൽ അദാല നീതിയും നിയമവും. സിത്ത ഡിസംബർ 6. മൊഹാമിയൻ വക്കീൽ ഇല ബരീത്വാനിയ ബ്രിട്ടനിലേക്ക്. ജാമിഅ മുംബൈ യൂണിവേഴ്സിറ്റി. ബാബാ സാഹിബ് വിലായത്തി മഹാരാഷ്ട്ര സംസ്ഥാനം. ഇനി നമ്മൾക്ക് ബി.ആർ. അംബേദ്കറിന്റെ പാരഗ്രാഫ് ഒന്ന് പൂരിപ്പിച്ചു നോക്കാം. വുലിദ അദ്ദക്തൂർ ബി.ആർ. അംബേദ്കർ ഫി 14 ഏപ്രിൽ ഡാഷ് മീലാദ്. ബോക്സിൽ നൽകിയിരിക്കുന്ന വർഷങ്ങളിൽ ഏതാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഏറ്റവും ചെറിയ വർഷമാണ് അല്ലേ? ഏതാണ്? അൽഫും വ സമാനിയത്തും മിയത്തും വ വാഹിദും വ തിസ്ഉന മീലാദ്. 1891 ഏപ്രിൽ 14 ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജനിച്ചത്. ഫി ഡാഷ്. എവിടെയാണ്? ബോക്സിൽ ഏതാണ് സ്ഥലം നൽകിയിരിക്കുന്നത്? ഫി ഡാഷ്. എവിടെയാണ്? ഫി വിലായത്തി മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ്. ദറസ ബി ഡാഷ്. എവിടെയാണ് അദ്ദേഹം പഠിച്ചിരിക്കുന്നത്? ബോക്സിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് നൽകിയിരുന്നല്ലോ. ഏതാണത്? ജാമിഅ മുംബൈ. പിന്നെയോ വഷ്തഗല ഡാഷ്. അദ്ദേഹം ജോലി ചെയ്തിരുന്നത് എന്തായിരുന്നു? മൊഹാമിയൻ വക്കീലായിരുന്നു അല്ലേ? വസാഫ്ര ഡാഷ്. എങ്ങോട്ടാണ് അദ്ദേഹം യാത്ര പോയിരിക്കുന്നത്? ഇല ബരീത്വാനിയ ബ്രിട്ടനിലേക്കായിരുന്നു അല്ലേ? വ ഡാഷ് ഫി ഹരകാത്തിൽ ഇസ്തിഖ്ലാൽ. സ്വാതന്ത്ര്യ സമരങ്ങളിൽ ഡാഷ്. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? വ ഷാരക ഫി ഹരകാത്തിൽ ഇസ്തിഖ്ലാൽ. സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തു. കാന അവ്വലു വസീറി ഡാഷ് ഫിൽ ഹിന്ദിൽ മുസ്തഖില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ ഡാഷ് ആദ്യത്തെ മന്ത്രിയായിരുന്നു. എന്തിന്റെ മന്ത്രിയായിരുന്നു എന്നാണ് ബോക്സിൽ നൽകിയിരിക്കുന്നത്? അൽ ഖാനൂന വൽ അദാല. നീതിയുടെയും നിയമത്തിന്റെയും അല്ലേ? എങ്ങനെയാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? കാന അവ്വലു വസീരിൽ ഖാനൂന വൽ അദാല ഫിൽ ഹിന്ദിൽ മുസ്തഖില്ല. ലുഖിബ അംബേദ്കർ ബി ഡാഷ്. എങ്ങനെയാണ് അംബേദ്കർ വിളിക്കപ്പെട്ടിരുന്നത്? ബാബാ സാഹിബ്. തുവഫിയ ഫി ഡാഷ്. അദ്ദേഹം മരണപ്പെട്ട വർഷമാണ് ഇനി നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. എങ്ങനെയാണ്? സിത്ത ഡിസംബർ അൽഫും വ തിസ്അത്തും മിയത്തും വ സിത്തത്തും വ ഹംസൂന മീലാദ്. ആക്ടിവിറ്റി 4, നഖറുൽ ഹിക്കായത വനുക്കമ്മിലുൽ ഹിവാർ. താഴെ നൽകിയിരിക്കുന്ന ചെറിയൊരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹസുല റിളുവാൻ അല ശതലാത്തി മാഞ്ച വ ഫനസ്. റിളുവാന് മാവിന്റെയും പ്ലാവിന്റെയും തൈകളും വബുദൂരി തൊമാത്തിം വൽ ബാദിൻജാൻ വൽ ബാമിയ മിൻ മക്തബി സിറാഅ. തക്കാളിയുടെയും വഴുതനയുടെയും വെണ്ടയുടെയും വിത്തുകളും കൃഷിഭവനിൽ നിന്ന് ലഭിച്ചു. ഫഅതാ ബിഹാ ഇലാ ജദ്ദിഹി. അവൻ അതെല്ലാമായിട്ട് അവന്റെ വല്യപ്പയുടെ അടുത്തേക്ക് ചെന്നു. ഫദാറ ബൈനഹുമാ ഹിവാർ. അങ്ങനെ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണമാണ് നമ്മൾക്കിനി പൂർത്തിയാക്കേണ്ടത്. റിളുവാൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? മസാ ഉൽ ഖൈർ. അപ്പോൾ ജദ് എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? മസാ ഉൻ നൂർ. പിന്നീട്
പിന്നീട് ജദ് എന്താണ് ചോദിക്കുന്നത്? മാതാ ഫി യദിക, നിന്റെ കയ്യിൽ എന്താണ്? അപ്പോൾ റിളുവാന് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അവന്റെ കയ്യിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നത്? മാവിന്റെയും പ്ലാവിന്റെയും തൈകളായിരുന്നു അല്ലേ? എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ഷത്തലാത്തി മാഞ്ച വ ഫനസ്. അപ്പോൾ ജദ് എന്താണ് ചോദിക്കുന്നത്? മിൻ ഐന ഹസ്വൽത, നിനക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ റിളുവാന് എന്തായിരിക്കും മറുപടി പറഞ്ഞത്? എവിടെ നിന്നാണ് റിളുവാന് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത്? കൃഷിഭവനിൽ നിന്നാണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. എങ്ങനെയാണ്? മിൻ മക്തബി സിറാ. അപ്പോൾ ജദ് എന്താണ് പിന്നീട് ചോദിക്കുന്നത്? മാതാ ഹസ്വൽത മിനൽ ബുദൂർ, വിത്തുകളിൽ നിന്നും നിനക്ക് എന്തെല്ലാമാണ് കിട്ടിയിരിക്കുന്നത്? അപ്പോൾ റിളുവാന് എന്താണ് മറുപടി പറയുന്നത്? ഡാഷ് വ ബാമിയ. ഏതെല്ലാമായിരുന്നു അവന് വിത്തുകൾ കിട്ടിയിരുന്നത്? ത്വമാത്തിം വ ബാദിൻജാൻ വ ബാമിയ. പിന്നീട് ജദ് എന്തായിരിക്കും ചോദിച്ചിരിക്കുന്നത്? അതറിയാൻ നമ്മൾ റിളുവാന് എന്താണ് മറുപടി പറഞ്ഞത് എന്ന് നോക്കിയാൽ മതി. എന്താണ് റിളുവാൻ മറുപടി പറഞ്ഞിരിക്കുന്നത്? അസ്റഉൽ ബുദൂറ ഫിൽ ഹഖലി, ഞാൻ ഈ വിത്തുകളെല്ലാം വയലിൽ നടും. അപ്പോൾ എന്തായിരിക്കും ജദ് അതിന് മുകളിൽ ചോദിച്ചിട്ടുണ്ടാവുക? നീ ഈ വിത്തുകളെല്ലാം എവിടെയാണ് നടുന്നത് എന്നായിരിക്കും അല്ലേ? എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ഐന തസ്റഉൽ ബുദൂറ. അപ്പോഴാണ് റിളുവാൻ അങ്ങനെ മറുപടി പറഞ്ഞത്. പിന്നീട് ജദ് എന്താണ് ചോദിക്കുന്നത്? ഹൽ തുരീദുൽ മുസാഅദ, നിനക്ക് സഹായം ആവശ്യമുണ്ടോ? അപ്പോൾ റിളുവാൻ എന്തായിരിക്കും മറുപടി പറഞ്ഞത്? നഅം, അതെ എന്നായിരിക്കും അല്ലേ? ആക്ടിവിറ്റി 5 നഖറു സീറത ദാത്തിയ ലി ഹാറൂൻ റഷീദ് വ നുകമ്മിലുൽ ബയാനാത്തി ശഖ്സിയ. താഴെ നൽകിയിരിക്കുന്ന ഹാറൂൻ റഷീദിന്റെ ജീവചരിത്രം വായിച്ചു നോക്കിയിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന ബയോഡാറ്റ പൂരിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. കാന ഹാറൂൻ റഷീദ് ബിൻ മുഹമ്മദുൽ മഹ്ദി മിനൽ ഖുലഫാഇൽ അബ്ബാസിയീൻ. ഹാറൂൻ റഷീദ് ബിൻ മുഹമ്മദുൽ മഹ്ദി അബ്ബാസിയ ഖലീഫമാരിൽപ്പെട്ട ആളായിരുന്നു. വുലിദ ഫി മദീനത്തി റയ്യ സന 149 ഹിജ്റ. ഹിജ്റ 149 വർഷം റയ്യ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കാനത്ത് ഉമ്മുഹു അൽ ഖൈറസാൻ ബിൻത അതാ. ഖൈറസാൻ ബിൻത അതാ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉമ്മ. തസവ്വജ ഹാറൂൻ റഷീദ് ബി സുബൈദ ബിൻതി ജഅഫർ. സുബൈദ ബിൻതി ജഅഫറിനെ ആയിരുന്നു ഹാറൂൻ റഷീദ് വിവാഹം കഴിച്ചിരുന്നത്. ലുഖിബ ബി റഷീദ്, അദ്ദേഹത്തിനെ വിളിക്കപ്പെട്ടിരുന്നത് റഷീദ് എന്നായിരുന്നു. തവല്ല അൽ ഖിലാഫത ബഅദ വഫാത്തി അഖീഹി മൂസൽ ഹാദി. അദ്ദേഹത്തിന്റെ സഹോദരൻ മൂസൽ ഹാദി മരണപ്പെട്ട ശേഷമാണ് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തത്. വബഖിയ ഫീ ഖിലാഫത്തിഹി ലിമുദ്ദ 23 സന. അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് അദ്ദേഹം 23 വർഷക്കാലം തുടർന്നു. ലഹു ഇബ്നാനി മഷ്ഹൂറാനി അമീൻ വ മഅ്മൂൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തരായ 2 ആൺമക്കളാണ് അമീനും മഅ്മൂനും. തുവഫിയ ബി തൂസ് ഫി സന 193 ഹിജ്റ. ഹിജ്റ 193 വർഷം തൂസിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇനി നമ്മൾക്ക് ബയോഡാറ്റ പൂരിപ്പിച്ചു നോക്കാം അല്ലേ? അൽ ഇസ്മുൽ കാമിൽ, മുഴുവനായ പേര് എന്തായിരുന്നു? ഹാറൂൻ റഷീദ്. ഇസ്മുൽ വാലിദ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? മുഹമ്മദുൽ മഹ്ദി. ഇസ്മുൽ വാലിദ, അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരെന്തായിരുന്നു? ഖൈറസാൻ ബിൻത അതാ. നെക്സ്റ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? സുബൈദ ബിൻത് ജഅഫർ. അതാരായിരുന്നു? അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്നു അല്ലേ? എന്താണ് നമ്മൾ അവിടെ ചേർക്കേണ്ടത്? അസ്സൗജ. നെക്സ്റ്റ് എന്താണ്? ലഖബുഹു, അദ്ദേഹത്തിന്റെ വിളിക്കുന്ന പേരെന്തായിരുന്നു? റഷീദ്. പിന്നെയോ മക്കാനുൽ മീലാദ്, അദ്ദേഹം ജനിച്ച സ്ഥലം എവിടെയാണ്? മദീനത്തെ റയ്യ പട്ടണത്തിലായിരുന്നു. പിന്നെയോ മുദ്ദത്തുൽ ഖിലാഫ, അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലം എത്ര വർഷമായിരുന്നു? 23 സന, 23 വർഷമായിരുന്നു അല്ലേ? നെക്സ്റ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? 193 ഹിജ്റ. അതെന്താണ്? അദ്ദേഹത്തിന്റെ മരണ വർഷമാണ്. എങ്ങനെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്? ആമുൽ വഫാത്ത്. ആക്ടിവിറ്റി 6 നുകമ്മിലുൽ മൻദൂമ ബിമുസാഅദത്തിൽ കലിമാത്തി ഫിൽ മുറബ്ബ. ബോക്സിൽ നൽകിയിരിക്കുന്ന വാക്കുകളുടെ സഹായത്തോടെ താഴെ നൽകിയിരിക്കുന്ന കവിത കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് ബോക്സിൽ നൽകിയിരിക്കുന്നത്? അൽ ഫീറാൻ, എലികൾ. യസ്വൈഹു, അത് പൂവൻ കോഴിയുടെ ശബ്ദമാണ് അല്ലേ? നഷീത്വൻ, സ്മാർട്ടായ. അലീഫുൻ, വളർത്തുമൃഗം. അല്ലഹ്ല, ജനങ്ങളെ. അഹ്മറു, ചുവപ്പ്. ഇനി നമ്മൾക്ക് കവിത പൂർത്തിയാക്കി നോക്കാം. ഐന്ദന കൽബുൻ അമീനുൻ അസ്ഫറൽ ലൗനി ജമീലുൻ. എനിക്കൊരു നായയുണ്ട്, മഞ്ഞ നിറത്തിലുള്ള ഭംഗിയുള്ള നായ. കെൽബുന കെൽബുൻ ഷുജാഉൻ യഹരിസുൽ മസ്കന ലൈലൻ. രാത്രിയിൽ വീട് കാക്കുന്ന ധീരനായ നായയാണ്. ഇനി എന്താണ് നൽകിയിരിക്കുന്നത്? ഐന്ദന ദീകുൻ ഡാഷ്. എങ്ങനെയാണ് ദീക്ക് ശബ്ദമുണ്ടാക്കുന്നത്?
യസ്വീഹു ഇൻദനാ ദീകുൻ യസ്വീഹു ഡാഷ് അല്ലൗനി ജമീലുൻ. ഡാഷ് നിറത്തിലുള്ള ഭംഗിയുള്ളത്. ഏത് നിറമാണ് നമ്മൾക്ക് ബോക്സിൽ നൽകിയിരിക്കുന്നത്? ചുവപ്പ് അല്ലേ, അഹ്മർ. എങ്ങനെയാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? അഹ്മറുൽ ലൗനി ജമീലുൻ. ദീകുന ദീകുൻ ഡാഷ് യൂഖലു ഡാഷ് സ്വബാഹൻ. എങ്ങനെയുള്ള പൂവൻ കോഴിയാണ്? നല്ല സ്മാർട്ടായ പൂവൻ കോഴിയാണ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ദീകുന ദീകുൻ നശീത്തുൻ. പിന്നെയോ അവൻ രാവിലെ ജനങ്ങളെ ഉണർത്തുന്നു എന്നാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത് അല്ലേ. എങ്ങനെയാണ്? യൂഖലുൽ അഹ്ല സ്വബാഹൻ. പിന്നെ എന്താണ് നൽകിയിരിക്കുന്നത്? ഡാഷ് സഗീറുൻ അബിയല ഡാഷ് ഹിറുന ഹിറുൻ ഡാഷ് യഅകുലു ഡാഷ് ലൈലൻ. ആരെ കുറിച്ചാണ് ആ വരികൾ പാടിയിരിക്കുന്നത്? പൂച്ചയെ കുറിച്ചാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഇൻദനാ ഹിറുൻ സഗീറുൻ. എനിക്കൊരു ചെറിയ പൂച്ചയുണ്ട്. അബിയലു ഡാഷ്. എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? മുകളിൽ നൽകിയിരിക്കുന്ന അതേ വരി അവിടെ പൂരിപ്പിച്ചാൽ മതി. അബിയലു ലൗനി ജമീലുൻ. വെള്ള നിറത്തിലുള്ള ഭംഗിയുള്ള പൂച്ച. ഹിറുന ഹിറുൻ ഡാഷ്. എന്താണ് അവിടെ ചേർക്കേണ്ടത്? പൂച്ച ഒരു വളർത്തുമൃഗമാണ് അല്ലേ. ഹിറുന ഹിറുൻ അലീഫുൻ യഅകുലു ഡാഷ് ലൈലൻ. രാത്രിയിൽ എന്താണ് പൂച്ച കഴിക്കാറുള്ളത്? എലികളെയാണ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? യഅകുലുൽ ഫീറാന ലൈലൻ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനായി ഈ ചാനലിൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 6 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റിൽ പോയി പരിശോധിച്ചാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.